എന്നാൽ 57 ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് 1957 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 5-ന് സത്യപ്രതിജ്ഞ ചെയ്ത് 6, 7, 8, 9, 10 11-ാം തീയതി ഒരു ഓർഡിനൻസ് ഇറക്കി. ആ ഓർഡിനൻസാണ് കുടി ഒഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ്. അതാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ്. ഒഴിപ്പിക്കരുത്. അന്ന് നിങ്ങൾ മനസ്സിലാക്കണം, കുടിയാന്മാർ ജമ്മിമാർ എല്ലാം കൂടി ചേർന്ന് കിടക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ആരെയും കൊല്ലാൻ അവകാശമുള്ള ജിമ്മിമാരുള്ള നാട്. കൊല്ലാനുള്ള അവകാശമുണ്ട്. കരിക്കാട്ടുള്ള നായനാർ ഉൾപ്പെടെ നായനാന്മാർക്ക് വൈശാഖി കുണ്ടമുണ്ട്. വൈശാഖി കുണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു കൊല്ലിയാണ്. ആരെ പിടിച്ചുകൊണ്ട് പോയിട്ട് മുമ്പിൽ ഞങ്ങൾ തള്ളിയാൽ മതി, അവിടെ കിടക്കും, ആരും അറിയില്ല. പിന്നെ കൂട്ടുമുഖത്തിനടുത്ത് എന്തുണ്ട് ആർക്കറിയാം? നമ്മളെ കൂട്ടുമുഖമില്ലേ ഇപ്പോഴത്തെ ശ്രീകണ്ഠാപുരം കടന്നാൽ പയ്യാവൂരേക്ക് പോകുന്ന വഴിക്ക്, ചെമ്പേരി പോകുന്ന വഴിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ കാണുന്ന ഒരു റോഡിലൂടെ മുമ്പോട്ടേക്ക് പോയാൽ അത് അവിടെയാണെന്നുള്ളത് ആ തിരിയുന്ന സ്ഥലമാണ്. കവമ്പയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെയാണ് കൂട്ടുമുഖം. ആ കൂട്ടുമുഖത്തിൻ്റെ അടുത്ത് എന്തുണ്ട്? തൂക്കിക്കൊല്ലാനുള്ള സംവിധാനമുണ്ട്. നായനാർമാർക്ക് ജമ്മിമാർക്ക് തൂക്കിക്കൊല്ലാൻ കേട്ടോ. അതിനുള്ള സംവിധാനമുള്ള സ്ഥലമായിരുന്നു ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം. അങ്ങനെയുള്ള ഒരു VMSന്റെ ഭാഷയിൽ പറഞ്ഞ ജാതി വകിപ്പറ. വെറുതെ യോഗത്തിലിങ്ങി ഇരുന്നാൽ മാത്രം പോരാ. VMS പറയുന്ന വളരെ പ്രസിദ്ധമായൊരു ഭാഗമാണ്. പറഞ്ഞോ, വകിപ്പറ. ജാതി ഇതാ അതിൻ്റെ അപ്പുറം പറയണ്ട, 3 കൂടിയുണ്ട്. ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥ. ഈ ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളം മുന്നോട്ടേക്ക് പോവില്ല എന്നാണ് കുട്ടിക്കൃഷ്ണമേനോൻ കമ്മീഷന്റെ ഭാഗമായി EMSന്റെ വിയോജനക്കുറിപ്പ്. അതാ കാര്യം, വിയോജനക്കുറിപ്പ് അതാണ്. ആ വിയോജനക്കുറിപ്പ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞു നമുക്ക് ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വേണം. മൗലികമായ മാറ്റം വരുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണകൂടം നമ്മളതല്ലാതുകൊണ്ട്, ഭരണം മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് പരിമിതിയുണ്ട്. അതുകൊണ്ടെന്ന് ഓർഡിനൻസ്. എന്താ ഓർഡിനൻസ്? കുടികിടപ്പുകാരന് കുടിയാന് അവൻ്റെ ഭൂമി കൊടുക്കുന്നു എന്നല്ല, അവനെന്ത് ചെയ്യാൻ പാടില്ല? ഒഴിപ്പിക്കരുത്. അപ്പോൾ നിൽക്കാനൊരിടം കിട്ടിയാൽ എന്ത് കിട്ടും? മലയാള ഭാഷയെ തന്നെ ഉപയോഗിക്കുന്നൊരു പദമുണ്ട്. എന്നാ? തൻ്റെ ഇടം. ഞാൻ ഇത് എല്ലാ സ്ഥലത്തും പ്രസംഗിക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതെല്ലാം ഇപ്പം രാജ്യം മുഴുവൻ കേൾക്കുമല്ലോ. തൻ്റെ ഇടം. തനിക്ക് ഇടം കിട്ടുമ്പോഴാണ് എന്തുണ്ടാകുക? തൻ്റെ അടി. അങ്ങനെ തൻ്റെ അടിയായ ജനവിഭാഗമായി കേരളീയർ വളർന്നു വന്നു. അത് 57 തുടങ്ങിയതാ. അന്ന് കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി ഒന്നും വന്നില്ല, നിയമമൊന്നും വന്നില്ല. പിന്നീട് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ EMSന്റെ ഗവൺമെൻറ് വീണ്ടും വന്നു. അപ്പോഴാണ് 1967 വന്ന ഗവൺമെൻറ്റാണ് 1969 ഒക്ടോബർ 14-ാം തീയതി കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം. ഭേദഗതി നിയമം നോക്കുമ്പോൾ ഭരണഘടന നോക്കണം. ഭരണഘടനയിൽ സ്വത്ത് നേരിട്ട് ഏറ്റെടുക്കാൻ അവകാശമില്ല കേട്ടോ, ഏറ്റെടുക്കാൻ അവകാശമില്ല. അപ്പോൾ എന്ത് വേണം? അപ്പോഴാണ് ഒരു പോയിന്റ് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിച്ച പോയിന്റ് കണ്ടുപിടിച്ചത് ആരാന്നറിയില്ല, CH കണാരനാണ്. വലിയ വക്കീലന്മാർ ഉൾപ്പെടെ പ്രഗത്ഭരിയിരിക്കുകയാണ്. എങ്ങനെയാണ് കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നമുക്ക് നടപ്പിലാക്കാനാവുക, എങ്ങനെയാണ് കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കാനാവുക എന്നെല്ലാം പറയുമ്പോൾ ഭരണഘടനയും കൊണ്ട് ഭരണഘടനാ വിദഗ്ധന്മാർ പ്രഭാവത്തോട് കൊടുക്കാൻ പറ്റില്ല, പ്രതിഫലം കൊടുത്തേ പറ്റൂ. അപ്പോഴാണ് CH അതാണ് അനുഭവത്തിൻ്റെ മൂശിയാണ്. അതിലാണിത് വളർത്തിയെടുത്തത്. CH കണാരൻ പറഞ്ഞു നമുക്കൊരു വഴിയുണ്ട്, ആളെല്ലാം നോക്കുക. CH കണാരന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, MLA ആണ്. എന്താ പറഞ്ഞതെന്നറിയോ? വളരെ നിങ്ങൾക്ക് അയ്യോ ഇതാണോ പുതിയ പോയിന്റ്? ആ പോയിന്റാണ് കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നടപ്പിലാക്കാൻ പറ്റിയത്. അതിത്രയേ ഉള്ളൂ. കുടിയെടുപ്പുകാർ ഭൂമി സ്വന്തമാക്കുമ്പോൾ ജന്മിമാർക്ക് നാമമാത്ര പ്രതിഫലം കൊടുക്കണം എന്നാണ്. പ്രതിഫലം കൊടുക്കേണ്ടതെന്നല്ല, കൊടുക്കണം. എങ്ങനെ? നാമമാത്ര പ്രതിഫലം. അതുകൊണ്ട് ഭരണഘടന കൈകാര്യം ചെയ്യും. അങ്ങനെയാണ് 1969 നമ്മൾ
ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി പാർലമെന്ററി പ്രവർത്തനവും പാർലമെന്റേതര പ്രവർത്തനവും എന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോയത്. രണ്ടും രണ്ടാണ്, ഒന്നല്ല. നമ്മളെ ചാനലുകാരോടൊന്നും ഇത് മനസ്സിലാകുകയില്ല. ഒന്നാമത് ഇതൊന്നും പഠിക്കുന്ന സീസല്ല. എന്നിട്ട് വൈകാട്ട് പഠിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. എനിക്കതിന് എത്രയോ അനുഭവം ഉണ്ടല്ലോ അവരുമായി സംസാരിച്ചപ്പോൾ. പാർലമെന്ററി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പാർലമെന്ററി സംവിധാനം എന്ന് പറഞ്ഞാൽ അസംബ്ലി, പാർലമെന്റ് ഉപയോഗിച്ച് നിയമനിർമ്മാണം. നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ നിയമം നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം? നിയമം നടപ്പിലാക്കണമെങ്കിൽ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുള്ള സമീപനം വേണം. അതല്ലാതെ വന്നാൽ വലതുപക്ഷത്തിൻ്റെ പരിപാടി നിയമം നിർമ്മിക്കും, നടപ്പിലാക്കില്ല. അതാ വലതുപക്ഷം. അല്ലാണ്ട് വെറുതെ നിങ്ങളാരെങ്കിലും പറയുന്ന പോലെയല്ല ഇടതും വലതും വ്യത്യാസം. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും ചാനലുകാർക്ക്. എന്താ ഇടതും വലതും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളാണ് വലിയ ഇടതുപക്ഷം എന്ന് വി ഡി സതീശൻ ഇടതുപക്ഷം. ഇതാ കാര്യം. ഒരു രാജ്യത്ത് ഭരണഘടനാപരമായിട്ട് നടപ്പിലാക്കേണ്ടുന്ന അതിശക്തിയായ സമ്മർദ്ദത്തെ അടിസ്ഥാനപ്പെടുത്തി നിയമം നിർമ്മിക്കും. അത് വലതുപക്ഷവും നിർമ്മിക്കും, ഇടതുപക്ഷവും നിർമ്മിക്കും. വലതുപക്ഷം നിർമ്മിച്ചാൽ നിയമം നിർമ്മിക്കുകയുള്ളൂ, എന്തില്ല, നടപ്പിലാക്കില്ല. അതാ വലതുപക്ഷം. ഇടതുപക്ഷം നിർമ്മിക്കുകയും ചെയ്യും, നടപ്പിലാക്കുകയും ചെയ്യും. 69-ൽ ഗവൺമെന്റ് വന്നു, 69-ൽ നിയമം നിർമ്മിച്ചു. അതിനുശേഷം ഗവൺമെന്റ് പോയി, നമ്മുടെ ഗവൺമെന്റ് പോയി, ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റ് പോയി. പിന്നെ വന്നു നിയമം നടപ്പിലാക്കില്ല. അപ്പോൾ അതേതാ? അത് ഇടതോ വലതോ? നിങ്ങൾ പറഞ്ഞാൽ മതി എന്താണെന്നും. അത് നടപ്പിലാക്കില്ല. നടപ്പിലാക്കാൻ വേണ്ടിയാണ് വെച്ചത്. നമുക്ക് നടപ്പിലാക്കാൻ നമ്മളില്ല. അപ്പോൾ അത് വന്നു പുതിയ ഗവൺമെന്റ്, കുറുമുന്നണി ഗവൺമെന്റ്, കരുണാകരൻ ഉൾപ്പെടെ. അവരെന്ത് ചെയ്തില്ല? അവരെന്ത് ചെയ്തില്ല എന്നല്ല, എന്ത് ചെയ്യില്ല? നിയമം നടപ്പിലാക്കൂല. അപ്പോൾ പിന്നെ എങ്ങനെ നടപ്പിലാക്കണം? നിയമിച്ചു, നിയമം ഉണ്ടാക്കി, നടപ്പിലാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, നടപ്പിലാക്കൂല. അപ്പോൾ എന്ത് ചെയ്യണം? ആ നിയമം പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെന്ത് ചെയ്യണം? അവിടെയാണ് പാർലമെന്റേതര പ്രവർത്തനം. പാർലമെന്ററി പ്രവർത്തനത്തിലൂടെ നിയമനിർമ്മാണവും നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി ജനകീയ മുന്നേറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വമ്പിച്ച പ്രക്ഷോഭങ്ങളും സമരങ്ങളും അതുവഴി നമുക്ക് ആ നിയമം നടപ്പിലാക്കലും. അത് പാർലമെന്ററി പ്രവർത്തനമല്ല, പാർലമെന്റേതര പ്രവർത്തനമാണ്. എന്താണ് പാർലമെന്ററി പ്രവർത്തനമെന്നും എന്താണ് പാർലമെന്റേതര പ്രവർത്തനമെന്നും തിരിച്ചറിയണം. ഇത് രണ്ടും ഒന്നാണെന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അല്ല. 1970 ജനുവരി മാസം 1-ാം തീയതി, 1969 ഡിസംബർ മാസം 14-ാം തീയതി ആലപ്പുഴയിൽ വെച്ച് AKG എന്ന പടനായകൻ എല്ലാ പ്രമുഖ നേതാക്കന്മാരെയും സാക്ഷി നിർത്തി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്: നിങ്ങൾ ഈ നിയമം നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും 1970 ജനുവരി മാസം 1 ആ തീയതിയിൽ ഞങ്ങൾ ഈ നിയമം നടപ്പിലാക്കിയതായി ഇതാ പ്രഖ്യാപിക്കുന്നു എന്നാണ്.